വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയെ ഓരോ ദിവസം വെൽക്കം ചെയ്യുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഓണേഴ്സ് ആൻഡ് പ്രിവിലേജസ്. ഈ സമയത്ത് ടി വിയിലൂടെ കാണുന്ന വ്യക്തികളുണ്ട്, ഹാർവസ്റ്റ് ടി വി പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, യൂട്യൂബ്, ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ തന്നെ പോഡ്കാസ്റ്റ് വഴി കേൾക്കുന്ന വ്യക്തികളുണ്ട്. സ്പോട്ടിഫൈയിലൂടെ, ആപ്പിൾ പോഡ്കാസ്റ്റിലൂടെ, ഫോണിലെ പോഡ്കാസ്റ്റ് ആപ്പിൽ ബ്ലെസ്സിങ് ടുഡേ എന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ ബ്ലെസ്സിങ് ടുഡേ എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് കേൾക്കുവാനും അതിലൂടെ കാണുവാനും സാധിക്കും. സോ അതും വേറൊരു ഓപ്ഷനാണ്. സോ നിങ്ങൾ യാത്രയുടെ സമയത്ത്, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, കിച്ചണിലായിരിക്കുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് കേൾക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഈ സമയത്ത് ലൈവ് ചാറ്റിലിടുക. എത്ര പേർ ബ്ലെസ്ഡ് ആണ്, എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ട എത്ര പേരുണ്ട്. ജസ്റ്റ് പുട്ട് ഇൻ ദ ലൈവ് ചാറ്റ് ഐ ആം ബ്ലെസ്ഡ്. ഞാനിന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഐ ഫീൽ ബ്ലെസ്ഡ് എന്ന് ലൈവ് ചാറ്റിലിടാമോ? നമുക്ക് എല്ലാവർക്കും കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചത് നമുക്കൊരു സാക്ഷ്യമായി ലൈവ് ചാറ്റിലിടാം. സോ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്ന് നമുക്കൊരു പ്രൈം സ്പോൺസറാണ് ഉള്ളത്. വി ഹാവ് എ വെൽ വിഷർ, എ സിസ്റ്റർ ഫ്രം എറണാകുളം. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇന്ന് വെൽ വിഷറിൻ്റെ വിവാഹ വാർഷികമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ബോത്ത് ഓഫ് യു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മകളും പദ്ധതികളും കർത്താവ് വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ലൈഫിൽ ഇന്നൊരു പുതിയ ഓപ്പൺ ഡോർ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റെവലേഷൻസ് ചാപ്റ്റർ 3 പറയുന്നത് പോലെ ഐ പ്ലേസ് ബിഫോർ യു ആൻ ഓപ്പൺ ഡോർ. ഞാൻ നിൻ്റെ മുമ്പാകെ ഒരു തുറന്നൊരു വാതിൽ, ആർക്കും അടയ്ക്കുവാൻ സാധിക്കാത്തൊരു വാതിൽ തുറന്നതുപോലെ കർത്താവ് ഇന്ന് ഇവരുടെ ലൈഫിൽ ഒരു പുതിയ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വ്യക്തിപരമായ കർത്താവ് ഇവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആ ഷെപ്പേർഡിങ് സ്പിരിറ്റ് ഇവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു കോ സ്പോൺസർ ഉണ്ട്. വി ഹാവ് സരിത് ഫ്രം ഗോവ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഈ വ്യക്തി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ബ്ലെസ് ചെയ്യും. കർത്താവ്, ഞങ്ങൾ സരിത് എന്ന വ്യക്തിയെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവെ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളും കർത്താവ് ഇതുവരെ ചെയ്ത എല്ലാ നന്മകളും നന്ദി സൂചകമായിട്ടാണല്ലോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനിയും കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സ്പോൺസേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്ക്രീനിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് സ്പോൺസർ ചെയ്യാം. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ഷാർജയിലെ മീറ്റിംഗ് ആണ്, മറക്കരുത്. ഈ സാറ്റർഡേ ഖത്തറിലെ മീറ്റിംഗ് ആണ്. സോ ഈ 2 മീറ്റിംഗ്സിലും ബ്രദർ ഡാമിൻ വന്ന് ശുശ്രൂഷിക്കുന്നു. തീർച്ചയായും ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലമാണ് കഴിഞ്ഞ 3 ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 1-ാം അധ്യായം 1-ാം വചനത്തിലേക്ക് കയറാൻ പോവുക. സോ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം ഇതെഴുതുന്ന സമയത്ത് ഏകദേശം AD 61, 62, 63 ആ കാലഘട്ടമായി. എന്ന് വെച്ചാൽ യേശു മരിച്ചിട്ട് ഏകദേശം ഒരു 30, 31, 32 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അതിനും ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സഭ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറക്കുന്നു. ഫിലിപ്പിയിലെത്തുമ്പോൾ ആദ്യമായിട്ട് ഒരു യൂറോപ്പിലെ ഒരു സഹോദരി, ഒരു സ്ത്രീയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അതോടെ അവളുടെ വീട് മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. ഒരു കാരാഗൃഹത്തിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. കാരാഗൃഹം തന്നെ പൊളിഞ്ഞു പോകുന്നു. തടവുകാർ സ്വതന്ത്രമാകുന്നു. അർദ്ധരാത്രിയിൽ സ്നാനം നടക്കുന്നു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും മൊത്തം സ്നാനപ്പെടുന്നു. അങ്ങനെ ആദ്യത്തേത് സൈലൻ്റായി വളരെ നല്ല രീതിയിൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച്
ചിലർ രക്ഷിക്കപ്പെടുന്നു. രണ്ടാമത്തേത്, അതിനുശേഷം ഉണ്ടായ കാര്യം അറിയാമല്ലോ, ഇൻ ബിറ്റ്വീൻ വെളിച്ചപ്പാടാത്മാവുള്ളൊരു പെങ്കൊച്ചിനെ പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചപ്പോൾ ദുരാത്മാവ് വിട്ടുപോയി. അതൊരു ബിസിനസ്സാക്കി വെച്ചിരുന്നു. ഡിവിനേഷനിലൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരുടെ ബിസിനസ് പൊളി. അതോടെ അവരെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ കൊണ്ടുപോയി തല്ലിച്ചതച്ച് ജയിലിലിട്ടു. അന്ന് രാത്രി ആരാധിച്ചപ്പോൾ ജയിൽ പൊളിയുന്നു, അവിടെ സ്നാനം നടക്കും. എനിവേ, ഈ രണ്ട് കോണ്ടെക്സ്റ്റിലൂടെ സഭ വളരുകയാണ്. ഏകദേശം 10-12 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭ, ഫിലിപ്പിലെ സഭ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ പല പല സ്ഥലങ്ങളിലായിരിക്കും ഒരു ഗ്യാദർ ചെയ്യുന്നത്. പല പല വീടുകളിലായിരിക്കും ഇരിക്കാൻ സൗകര്യമുള്ള, ആൾ കൂടാൻ സൗകര്യമുള്ള ഒരുവിധം വലിയ വലിയ വീടുകളിലൊക്കെ സഭകൾ തുടങ്ങിക്കാണും. അങ്ങനെ ആയിരിക്കാം സഭ. അപ്പോൾ അതാണ് പശ്ചാത്തലം. മാത്രമല്ല, ഈ ഫിലിപ്പിയ സഭ ഒരിക്കലും പൗലോസിന് മറക്കാൻ പറ്റില്ല. മറക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഫിലിപ്പിയ. ലുദിയ രക്ഷിക്കപ്പെടുന്ന ഒരു ബിസിനസ്സുകാരി ലേഡി രക്ഷിക്കപ്പെടുന്നു, അവരുടെ വീട് തുറക്കപ്പെടുന്നു. വെളിച്ചപ്പാടാത്മാവുള്ള ആ പെങ്കുച്ചിനെ ഭയങ്കരമായി നടു റോഡിൽ വെച്ച് ഭൂതം വിട്ടു പോകുന്നു. പിന്നെ ആ പട്ടണം മുഴുവൻ ഇളകുന്നു, കോടതി കേസാകുന്നു, ജയിലിൽ പോകുന്നു, ജയിൽ പൊളിയുന്നു, അവിടെ സ്നാനം നടക്കുന്നു. ഈ പൗലോസിൻ്റെയും യേശുവിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ മൊത്തം എന്തെങ്കിലും സംഭവിക്കും. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്, wherever he went for a funeral, he ruined the funeral service. ഒരു ശവസംസ്കാരം, ഒരു ശവം അടക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ യേശു എന്ന് കഴിഞ്ഞാൽ ആ ശവം അടക്കം പൊളിഞ്ഞു പോകും. അവരെ കർത്താവ് ഉയരത്തെന്നേൽപ്പിച്ച് വിടും. മാത്രമല്ല, അവസാനം യേശുവിൻ്റെ ഫ്യൂണറൽ നടന്നിട്ട് അതും പൊളിഞ്ഞു. അവിടുന്ന് കർത്താവ് എഴുന്നേറ്റ് പോയി. പൗലോസ് എവിടെയെങ്കിലും ചെന്നാൽ അവിടെ മുഴുവൻ ഒന്ന് സുവിശേഷ ഘോഷണം, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, യേശു ഉയർത്തെന്നേറ്റു, സാക്ഷ്യം പറയുന്നു. പിന്നെ അവിടെ നടക്കുന്നത് പട്ടണം മൊത്തം ഇളകുന്നു, രണ്ട് ചേരിയാകുന്നു, കുറേ പേർ വിശ്വസിക്കുന്നു, കുറേ പേർ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വ്യക്തിത്വങ്ങൾ പലതുണ്ട്. ഏകദേശം ശിഷ്യന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. എനിവേ, നമുക്കിന്ന് ഇതിൻ്റെ ഈ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാം വചനം മുതൽ അല്പം ഒന്ന് വായിക്കാം. 1-2 വചനങ്ങൾ ആദ്യം വായിക്കാം. Paul and Timothy, servants of Christ Jesus, to all God's holy people in Christ Jesus at Philippi, together with the overseers and deacons, grace and peace to you from God our Father and the Lord Jesus Christ. ഒന്ന് പ്രാർത്ഥിക്കണം നമുക്ക് കൈയുയർത്തി. കർത്താവേ, ഈ ഫിലിപ്പ് ലേഖനം 4 അധ്യായങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അനേക പ്രാവശ്യം ഇത് വായിച്ചു കാണും, എന്നാൽ ഇതിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ട് കാണും, എന്നാൽ ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത സത്യങ്ങൾ, വെളിപാടുകൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുമ്മാ വചനം കേൾക്കുകയല്ല, വചനം ഞങ്ങളിൽ പരിവർത്തിക്കട്ടെ, ഞങ്ങൾ വളരട്ടെ, വെളിപാടകത്തുണ്ടാകട്ടെ, കേൾക്കുമ്പോൾ പുതിയ വെളിപാടുകൾ ഉണ്ടാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഇത് പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഹോളി സ്പിരിറ്റ് കം, ബ്ലെസ് ദിസ് സ്റ്റഡി ഇൻ ജീസസ് നെയിം. ആമൻ പറഞ്ഞേ. ആമൻ പറയുന്നവരൊക്കെ ലൈവ് ചാറ്റിലൊന്ന് ആമൻ ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾഡഡ് ഹാൻഡ് ഉണ്ടല്ലോ, എൻ്റെ ഇമോജി എടുത്തിടുക. നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. ഈ ഒറ്റ വചനത്തിൽ തന്നെ, ആദ്യത്തെ വചനത്തിൽ തന്നെ ഒത്തിരി കഥകൾ കിടപ്പുണ്ട്. ഒന്ന്, പോൾ ആൻഡ് തിമോത്തി 2 പേർ ചേർന്ന് എഴുതുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓർക്കണം, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ആദ്യം ഡെർബയിലൂടെ സഞ്ചരിച്ച് ലുസ്ട്രയിലെത്തി. അവിടുത്തെ ലോക്കൽ ചർച്ചിൽ വളരെ ഓടി നടന്ന് സ്മാർട്ടായി ദൈവവേല ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ദേവദാസനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അവനെ റിക്രൂട്ട് ചെയ്യുന്നു. അവിടുത്തെ ആളോട് പെർമിഷൻ മേടിച്ചിട്ട് അവനെ ടീമിലെടുക്കുന്നു. മിഷൻ ട്രിപ്പ് ആരംഭിക്കുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ അവനെ കൊണ്ട് പരിച്ഛേദന കഴിപ്പിക്കുന്നു. സത്യത്തിൽ ആവശ്യമൊന്നുമില്ല, പക്ഷെ സിനഗോഗുകളിൽ പ്രസംഗിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ.
എങ്ങനെയും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ് പൗലോസിൻ്റെ പോളിസി. അങ്ങനെ ഒരു പോളിസി നമുക്കുണ്ടോ? എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ സുവിശേഷം പങ്കുവയ്ക്കാൻ എത്ര പേർക്ക് ഒരു മനസ്സുണ്ടെന്ന് കൈനീട്ടിയ കർത്താവെ, ഞങ്ങൾക്കെല്ലാം രക്ഷിക്കപ്പെടാത്തവരെ കണ്ടാൽ രക്ഷിക്കുന്ന സത്യസുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള കൃപയും ഉത്സാഹവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും എല്ലാവരുടെ അകത്ത് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവെ. അപ്പോൾ ഇവിടെ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. ഈ പൗലോസാണിത് എഴുതുന്നതെങ്കിലും പൗലോസ് ആദ്യമേ പോൾ ആൻഡ് തിമത്തി എന്നെഴുതി. അതിൻ്റെ അർത്ഥം പൗലോസ് ഈ സമയത്ത് പൗലോസിന് ഒരുവിധം 50s 60s തിമോത്തിയോസ് ചെറുപ്പമാണ്. അപ്പോൾ ഒരു ചെറുക്കനെ എടുത്ത് വളർത്തി കൊണ്ടുവന്ന് തന്നെയും കൂടെ ആദരിക്കുന്ന രീതിയിൽ തിമോത്തിയോസിനെ എടുത്തതൊരു അസിസ്റ്റൻ്റായിട്ടാണ്, എന്നാൽ തൻ്റെ മകനായി അഡോപ്റ്റ് ചെയ്തതുപോലെയാണ് പിന്നീടുള്ള ജീവിതകാലത്ത്. അപ്പോൾ തന്നെ ഒരു മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്നാണ് വിളിക്കുന്നത്. മാൻ ഓഫ് ഗോഡ് ആയിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെ പോൾ ആൻഡ് തിമത്തി സെർവൻസ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരായ, അവിടെ വെറുതെ ദാസന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തിമത്തി സെർവ്ഡ് പോൾ ലൈക്ക് an assistant and as a son. Paul writes this letter as if he was writing jointly with Timothy. രണ്ടുപേരും കൂടി എഴുതുന്ന പോലെയാണ് എഴുതുന്നത്. സെർവൻസ് ഇവിടെ പറയുമ്പോൾ നോട്ട് എ ഡിമീനിങ് ടേം, എ വെരി ഓണറബിൾ ടേം. ഇവിടുത്തെ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ മോശമായ തരംതാണ ഒന്നായിട്ട് ആരും കണക്കാക്കി. ഇപ്പോൾ ദേവദാസൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു വളരെ ഡിഗ്നിറ്റി ഉള്ള ഒരു പദമാണ്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പ്രോഫറ്റ്സ്, കിങ്സ്, ഇവരെല്ലാം ദേവദാസന്മാർ, സെർവൻസ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഈ ആൻഡമാൻസിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ എപ്പോഴും പറയും ഹീസ് എ ഗവൺമെൻറ് സെർവൻറ്റ്, ഷീസ് എ ഗവൺമെൻറ് സെർവൻറ്റ്. കാരണം അവിടെ ഈ ഗവൺമെൻറ് തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി എൻറ്റിറ്റീസ് ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു, ഇവിടെ പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് സെർവൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ ഈ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ വീടുകളിൽ മെയ്ഡായിട്ടോ ഒക്കെ നിൽക്കുന്ന ആളുകളെ സെർവൻറ്റ് എന്ന് നമ്മൾ വിളിക്കും. ആ അർത്ഥത്തിലല്ല ഇത്. വളരെ ഡിഗ്നിറ്റിയുള്ള ഒരു ടേമാണിത്. അപ്പോൾ അവിടെ ഇൻ ഗ്രീസ് ആൻഡ് റോം സ്ലേവ്സ് ഓഫ് ദ എംപറേഴ്സ് വെർ കോൾഡ് സെർവൻറ്റ്സ്. വലിയ ഈ ഗ്രീസിലാകട്ടെ റോമിലാകട്ടെ അവിടെയുള്ള എംപറേഴ്സിൻ്റെ ചക്രവർത്തിമാർ, അവരുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരെയും വർക്ക് ചെയ്യുന്നവരെയും സെർവൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെർവിങ് ദ ലോർഡ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായെന്ന് പറയുമ്പോൾ, പൗലോസും തിമോത്തിയോസും എന്ന് പറയുമ്പോൾ, ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവികളിലൊന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് വിളിക്കപ്പെടുക. അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റേറ്റസ് ഇല്ല. എന്നാൽ അതിൻ്റെ തന്നെ സർവീസിലേക്ക് കയറുമ്പോൾ, വർക്കിലേക്കും ഫങ്ഷനിലേക്കും കയറുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ ഇവിടെ ഇതൊരു വളരെ തരംതാണൊരു പേരായിട്ട് ആരും കാണരുത്. ദ ഗ്രേറ്റസ്റ്റ് ഓണർ വി ക്യാൻ ഹാവ് ഓൺ എർത്ത് ഈസ് ടു ബി ദ സെർവൻസ് ഓഫ് ഗോഡ്, ദൈവദാസിദാസന്മാരായി മാറുക എന്നുള്ളതാണ്. ഞാൻ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10th വരെ മാർക്കൊക്കെ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന സ്കൂളിലും അവിടെ ചുറ്റുമൊക്കെ നന്നായി മാർക്ക് സ്കോർ ചെയ്യും, ടോപ്പറായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും വലിയൊരു പ്രതീക്ഷയാണ് ഇവൻ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ കയറും. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം, 10th കഴിഞ്ഞ പിറ്റേ വർഷമാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പ്രയോറിറ്റീസൊക്കെ അങ്ങ് മാറി. കൂടുതൽ സമയം ദൈവവചനം വായിക്കുക, പഠിക്കുക, ഈ പണ്ട് ക്രേസി ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്നൊന്ന് മാറി. പഠനം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അധികവും ദൈവവചനം, ശുശ്രൂഷ, പ്രാർത്ഥന, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറി. അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി. എനിവേ,
ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ, നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഡാമിൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ ആ സമയത്ത് എന്താണ് ടീച്ചിങ് എന്തോ ചെയ്തുകൊണ്ടിരിക്കും. അത് പറഞ്ഞു. ആദ്യം തന്നെ ആ ടീച്ചർ, ബസ് സ്റ്റോപ്പിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്, ഈ ടീച്ചർ ചെയ്ത പരിപാടി എൻ്റെ ചെവിയിൽ പിടിച്ചങ്ങ് ഭയങ്കരമായിട്ടങ്ങ് തിരിച്ച് കറക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ വരുമെന്നാടാ ഞാൻ പ്രതീക്ഷിച്ചത്, എല്ലാം കളഞ്ഞില്ലടാ. എനിക്കങ്ങ് നാണം. എല്ലാം ഒത്തിരി പേര് കാണുന്നുണ്ട്, ഒരു ടീച്ചറാണ് ചെവിക്ക് പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നുണ്ട്, ടീച്ചറെ, എനിക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ജോലിയുമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ സേവകനായി, ദാസനായി തീർന്നിരിക്കുന്നു. പക്ഷേ ആ സമയത്ത് പറയാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, ആ ടീച്ചർ എന്നെ ചെയ്തത് എന്തുകൊണ്ടാണ്? ടീച്ചറിൻ്റെ സ്നേഹം. മാനുഷികമായി ഒരു ദിവസം നന്നായി ക്ലാസ്സിൽ പഠിച്ചിരുന്ന, നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നൊരു വിദ്യാർത്ഥി എങ്ങും എത്താതെ പോകുമ്പോഴുള്ള അധ്യാപകരുടെ ഒരു കൺസേൺ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതിലാണ് ടീച്ചർ അത് ചെയ്തത്. ആ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ചിലതാണ് പലപ്പോഴും നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്. ഞാനിതിൽ കാണുന്ന ചിലരോട് ഒരു പേഴ്സണൽ മെസ്സേജ് ദൂത് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളോ ടീച്ചേഴ്സോ, പള്ളിയിലുള്ള ആളുകളോ, സൺഡേ സ്കൂൾ ടീച്ചറോ, ട്യൂഷൻ ടീച്ചറോ, നിങ്ങളെ പേഴ്സണലി പരിചയമുള്ളവരോ പരിശീലിപ്പിച്ചവരോ ഇൻസ്ട്രക്ടേഴ്സൊക്കെ വിചാരിച്ചൊരു ലെവലിൽ എത്തിയില്ലെന്നിരിക്കട്ടെ. നോക്കൂടെ, ജീവിതം തീർന്നിട്ടില്ല. അതുകൊണ്ട് ജീവിതമൊന്നും തീർന്നിട്ടില്ല. ദൈവത്തിന് മിസ്റ്റീരിയസായി നമ്മുടെ ജീവിതത്തെ ക്രാഫ്റ്റ് ചെയ്ത് അനേകർക്ക് പ്രയോജനമുള്ള ഒരു മാനപാത്രമാക്കി മാറ്റാൻ ദൈവത്തിന് ഇത് സാധിക്കും. നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കോച്ചസിനോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സിനോ, നമ്മുടെ പ്രൊഫസേഴ്സിനോ ടീച്ചേഴ്സിനോ ആർക്കും നമ്മുടെ ഭാവിയെ തീരുമാനിക്കാൻ സാധ്യമല്ല. ഭാവി തീരുമാനിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു പോട്ടറുടെ വീലിൽ കുശവൻ്റെ ചക്രത്തിൻ്റെ നടുവിലേക്ക് കളിമൺ പിണ്ഡം എടുത്തു വയ്ക്കുന്നത് പോലെ, അല്ലേ, മാസ് ഓഫ് ക്ലേ എടുത്തു വയ്ക്കുന്ന പോലെ ദൈവത്തിൻ്റെ കയ്യിലോട്ട് നമ്മളങ്ങ് സമർപ്പിച്ച് കറങ്ങിക്കോട്ടെ, അവൻ്റെ വിരലുകൾ പതിഞ്ഞോട്ടെ. കർത്താവ് നമ്മളെ റെഡിയാക്കി എടുത്തോളും, ഷെയ്പ്പാക്കി എടുത്തോളും. പരിശുദ്ധാത്മാവരോടൊക്കെ പറയുന്നു, ഷെയ്പ്പില്ലാത്ത ജീവിതമേ കർത്താവ് ഷെയ്പ്പ് തരും. ഭാവി ഇല്ല എന്ന് പരിതപിക്കുന്നവരെ കർത്താവ് ഭാവി തരും. ജീവിതം തീർന്നു എന്ന് പറയുന്നവരെ തീരുന്നിടത്ത് നിന്ന് കർത്താവ് തുടങ്ങും. Somebody say hallelujah. ലൈവ് ചാറ്റിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കടിച്ചു വെക്കുക. തോന്നുന്ന അകത്ത് പരിശുദ്ധാത്മ എന്താണ് തോന്നുന്നത് അതെല്ലാം ടൈപ്പ്. ഇന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സീറ്റിലിരുന്ന എല്ലാവരും, എനിക്ക് മുമ്പിരുന്നവരും എനിക്ക് ശേഷമുള്ളവരും ഗവൺമെൻറ് ജോലി കിട്ടിപ്പോയി. അപ്പോൾ എല്ലാവർക്കും, ഞാൻ ചെന്നപ്പോഴേ എല്ലാവർക്കും അറിയാം, ഇത് ഇയാൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിപ്പോകും. പക്ഷെ എനിക്ക് കിട്ടിയില്ല. കിട്ടാതിരിക്കാൻ കാരണം, ഞാൻ ഓൾറെഡി അപ്പോയിൻറ്റഡ് ആയിരുന്നു. ഞാൻ ഓൾറെഡി സ്വർഗീയ സർക്കാരിൻ്റെ ജോലിക്കാരനായിരുന്നു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭൂമിയിലൊരു സർക്കാരിൻ്റെ ജോലി വേണ്ടായിരുന്നു. ചിലരെക്കുറിച്ച് അങ്ങനെ ദൈവഹിതമെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, നോ പ്രോബ്ലം, ഓൾറൈറ്റ്. ഇനി അതിന് ശേഷം പറയുന്ന ആ വചനം കണ്ടിന്യൂ ചെയ്യുകയാണെ. ടു ഓൾ ദ സെയിൻസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അറ്റ് ഫിലിപ്പായി ടുഗദർ വിത്ത് ദി ഓവർസിയേഴ്സ് ആൻഡ് ഡീക്കൺസ്. ആഹാ, അവിടെ പറയുന്നത് ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകർക്കും. അപ്പോൾ 3 കൂട്ടരാണ്: സെയിൻസ്, ഓവർസിയേഴ്സ്, ഡീക്കൺസ്. നോക്കണം. ഓ മൈ ഗോഡ്, എന്തൊക്കെയാ എൻ്റെ അകത്ത് വന്ന് നിറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. തുടങ്ങിയത് എങ്ങനെ? ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു സ്ത്രീ, ലുദിയ എന്ന് പേരുള്ളൊരു സ്ത്രീ, അവൾ രക്താംബരം പേർപ്പിൾ ക്ലോത്ത് വിൽക്കുന്ന ഒരു ബിസിനസ് വുമണാണ്. അവളെ ഹൃദയം തുറന്നതോടുകൂടെ ഫിലിപ്പിയെ തുറന്നു. ഒരു സിറ്റിയാണ് തുറന്നത്, അല്ലെങ്കിൽ യൂറോപ്പാണ് തുറന്നത്. കേൾക്കുന്നുണ്ടോ? യൂറോപ്പ് തുറക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവളുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഒരുപക്ഷെ അവിടെ ഒരു ചർച്ച്, ഒരു ഹൗസ് ചർച്ച് ആരംഭിച്ചിട്ടായിരിക്കും പൗലോസ് അടുത്ത സ്ഥലത്തേക്ക് പോയത്. വെളിച്ചപ്പാടാത്മാവുള്ള
ആ പെങ്കൊച്ചിനെ ഓൺ ദ വേ സൗഖ്യമാക്കി. പിന്നെ പോയി അന്ന് രാത്രി അക്കോമഡേഷൻ റെഡിയായത് ഹോട്ടലിലല്ല, ഒരു വീട്ടിലല്ല, ഒരു ജയിലിലാണ് അക്കോമഡേഷൻ റെഡിയായത്. പക്ഷേ ജയിൽ പൊളിച്ചു. അവിടുത്തെ ജയിലറെ തുടങ്ങിയ അവരെയൊക്കെ സ്ഥാനപ്പെടുത്തി. അതിനുശേഷം കുറച്ച് ശുശ്രൂഷിച്ച ശേഷം ആളടുത്ത സ്ഥലത്തേക്ക് പോയി, അല്ലേ? ഈ മിഷൻ ടീം അടുത്ത സ്ഥലത്തേക്ക് പോയി. സംഭവിച്ചെന്താണ്? ലോക്കലി അവിടെ വളരുകയാണ്. എൻ്റെ പുറകെ പലരും ചെന്ന് കാണും. തിമോത്തിയോസ് ചെന്ന് കാണും. സൈലസ് ഈ സമയത്ത് കൂടെ ഉണ്ട്, ഷീലാസ്. പലരെയും അതിനിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് ഈ പൗലോസ് അങ്ങനെ ഒരു ട്രാൻസ്ഫർ കൊടുക്കുന്നൊരു പരിപാടി ഈ പൗലോസിനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇന്ന ആളെ ഇന്ന സ്ഥലത്തേക്ക് അയക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ, അവരെ പഠിപ്പിക്കാനൊക്കെ. സോ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്, അവിടെ 3 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ടു ഓൾ ദ സെയിൻസ്, ദെൻ ടുഗദർ വിത്ത് ദി ഓവർസിയേഴ്സ് ആൻഡ് ഡീക്കൺസ്. 3 കൂട്ടരെ പറയുന്നുണ്ട്. സെയിൻസ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് പൊതുവായി സഭയ്ക്കകത്തുള്ള എല്ലാവരെയും വിളിക്കുന്നത് സെയിൻസ് എന്നാണ്. അപ്പോൾ ഓൾ ബ്ലഡ് വാഷ്ഡ് പീപ്പിൾ ആർ സെയിൻസ്, അതാണ് നിർവചനം. നമുക്ക് കൊടുക്കാവുന്ന നിർവചനം. ഓൾ ബ്ലഡ് വാഷ്ഡ് പീപ്പിൾ ആർ സെയിൻസ്. യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെല്ലാം വിശുദ്ധരാണ്. ടൈപ്പ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞുതരാം. നോട്ട്ബുക്കിൽ എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ, യേശുവിൻ്റെ രക്തത്തിൽ കുളി കഴിഞ്ഞവർ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എല്ലാവരും ബൈബിൾ വിളിക്കുന്ന വിശുദ്ധരെന്നാണ്. ആദ്യമൊക്കെ ഇത് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ സകല വിശുദ്ധന്മാർക്ക് എഴുതുമെന്ന് പറയുമ്പോൾ ഈ ഓൾ സെയിൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരാണ് നമ്മുടെ തലയിൽ വരുന്നത്. വിശുദ്ധന്മാരെന്നറിയപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ, പക്ഷെ അവരാരും ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്ന ആരെയും വിശുദ്ധരെന്ന് പറയാറില്ല, മനുഷ്യൻ പറയാറില്ല. പക്ഷെ ബൈബിൾ, പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ഓൾ സെയിൻസ് പരിപാടിയല്ല ഇത്. അന്ന് പൗലോസ് എഴുതുമ്പോൾ ഫിലിപ്പിയിൽ ജീവിച്ചിരുന്ന വിശ്വാസികളെ മൊത്തത്തിൽ വിളിച്ച പേരാണ് സെയിൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾ ബ്ലഡ് വാഷ്ഡ് പീപ്പിൾ, നോട്ട് വൈറ്റ് വാഷ്ഡ്, ബ്ലഡ് വാഷ്ഡ് പീപ്പിൾ ആർ സെയിൻസ്. യേശുവിൻ്റെ ചോരയിൽ കഴുകപ്പെട്ടവരെല്ലാം വിശുദ്ധരായി മാറിയിരിക്കുന്നു. എപ്പോൾ? മരണശേഷമല്ല. പിന്നെ എപ്പോഴാ? എപ്പോൾ കഴുകപ്പെട്ട ആ സമയം മുതൽ വിശുദ്ധരാണ്. ഇനി വേറെ കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ മരിച്ചുപോയ ശേഷമാണ് പലരെയും വിശുദ്ധരായി അറിയപ്പെടുന്നത്. എന്നാൽ ഭൂമിയിൽ വെച്ച് വിശുദ്ധരല്ലാത്തവർ അവിടെയും വിശുദ്ധരാകാൻ പോകുന്നില്ല. ആരാണ് ഭൂമിയിൽ വിശുദ്ധരാകുന്നത്? യേശുവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ടവർ, യേശുവിൻ്റെ വചനത്താൽ കഴുകപ്പെട്ടവർ. എന്ന് വെച്ചാൽ വചനത്താൽ കഴുകപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് എഫേസ്യ ലേഖനം 5:24 യോഹന്നാൻ 15:3 ഒക്കെ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്താലും ശുദ്ധീകരിക്കപ്പെടാം, ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടാൻ കഴിയും, സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടാം. ഇതിനൊക്കെ വചനങ്ങളുണ്ട്. അത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമോ? ആരുടെ കാര്യം പറയാം? നമ്മളുടെ കാര്യം. രക്ഷിക്കപ്പെട്ടതാണോ നിങ്ങൾ? ഞാൻ നിങ്ങളെ നോക്കി വിളിക്കുകയാണ്. നിങ്ങളൊരു വിശുദ്ധനാണ്, നിങ്ങളൊരു വിശുദ്ധയാണ് യേശുവിൻ്റെ ചോരയാൽ. അപ്പോൾ ബ്രദറെ, ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും രക്തത്താൽ കഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? 1 യോഹന്നാൻ 1:7-9 വരെ വായിച്ചു. അവിടെ പറയുന്നത് യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ ധൈര്യം നമുക്ക് വേണം. പിന്നെ അവിടെ സെയിൻസ്, പിന്നെ അവിടെ ഓവർസിയേഴ്സും ഡീക്കൺസും പറയുന്നുണ്ട്. ഓവർസിയേഴ്സ് എന്ന് പറയുന്നത് ബിഷപ്സാണ്. ഗ്രീക്കിൽ എപ്പിസ്കോപ്പോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു എൽഡർ തന്നെ, പക്ഷേ പലതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ഒരാൾ. ഡീക്കൺസ് ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷകർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പല സ്ഥലത്തും. മിനിസ്റ്റേഴ്സ്, ഇന്ന് സഭകളിൽ ഗ്രീറ്റേഴ്സ്, അഷേഴ്സ്, വോളണ്ടിയേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട പലരും, പല ശുശ്രൂഷയ്ക്കും അസിസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഇവരെ ഒക്കെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സഭ വളർന്നിരിക്കുകയാണ്. ഈ 10-12 വർഷം കൊണ്ട് ഒരു ലുദിയയിൽ ആരംഭിച്ച് ഒരു ജയിലിൽ വെച്ച് അടുത്ത ലെവലിലേക്ക് വളർന്ന ഫിലിപ്പിയിൽ ആരംഭിക്കപ്പെട്ട സഭ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി, എസ്റ്റാബ്ലിഷ്ഡായി,
മൂപ്പന്മാരും ശുശ്രൂഷകരും ഒക്കെ ആയിട്ട് വളർന്ന ഒരു സഭയായി മാറി. റോമിൽ ഇരുന്നു കൊണ്ട് പൗലോസ് എഴുതുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് മറക്കാൻ കഴിയില്ല. ഫിലിപ്പി സഭ എങ്ങനെ മറക്കാനാണ്? അവിടെ വെച്ചല്ലേ അടി കൊണ്ടത്, അവിടെ വെച്ചല്ലേ വെളിച്ചപ്പാടാത്മാ വിട്ടുപോയത്, അവിടെ വെച്ചല്ലേ ലുദിയുടെ ഹൃദയവും വീടും തുറന്നത്. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ നടന്ന ഫിലിപ്പർക്ക് എഴുതുകയാണ് ഈ കാണുന്നത്. 2-ാം വചനത്തിൽ ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ് ദ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കണ്ടോ, പിതാവിനെയും കർത്താവായ യേശുവിനെയും അഥവാ പുത്രനെയും രണ്ട് വ്യക്തികളായിട്ട് കൃത്യമായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഗോഡ് അവർ ഫാദർ, നമ്മുടെ പിതാവായ ദൈവം, ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ കർത്താവായ യേശു ക്രിസ്തു. യേശു മനുഷ്യത്വത്തിൻ്റെ പേരും ക്രൈസ്റ്റ് ദിവ്യത്വത്തിൻ്റെ പേരുമാണ്. നമ്മളെൻ്റെ ആൻ്റണി എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഫാദറിൻ്റെ പേര്, അല്ലെങ്കിൽ ചിലർക്ക് അവിടെ വരുന്ന സർനെയിം ഫാമിലി നെയിം ആയിരിക്കും. അപ്പോൾ ജീസസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പേരും അടുത്ത ഫാമിലി നെയിമാണ് ക്രൈസ്റ്റ്, മസായ, ജീസസ് ദ മസായ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോഡ് ദ ഫാദർ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദേ ആർ 2 ഡിവൈൻ പേഴ്സൺസ് ഇൻ ദ ട്രൈയൂൺ ഗോഡ്. ഇനി ഒരു പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇത് വചനത്തിലുടനീളം കാണുന്ന ശക്തിയേറിയൊരു വെളിപാടാണ്. ഒരു ദൈവമേ ഉള്ളെങ്കിലും വ്യക്തിത്വങ്ങൾ അതിനകത്തുണ്ട് എന്ന കാര്യം മറക്കരുത്. 2 കൊരിന്ത്യർ 13:14 അത് വ്യക്തതയോടെ പറഞ്ഞിട്ടുമുണ്ട്. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. ഇവിടെ പറയുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ഇത് മൂന്നും. അപ്പോൾ 3 വ്യക്തികളെ അവരുടെ ഫങ്ഷൻസിനെയും പറഞ്ഞുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇനി ഗ്രേസ് ആൻഡ് പീസ് ആണ് ആശംസിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗ്രേസ് എന്താണെന്നറിയാമോ? ഓ മൈ ഗോഡ്, ഇത് പിടിച്ചോളണേ. ഗ്രേസ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും, എന്നാൽ ഉൽപ്പത്തി 3:15 തുടങ്ങി പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും യേശു കർത്താവ് കാൽവരി ക്രൂസിൽ ചെയ്ത കൃപകളും, കാൽവരി ക്രൂസിൽ ചെയ്ത അവൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി, മരണം, അടക്കം, പുനരുദ്ധാനം, അതിനുശേഷം സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ അയച്ച മൊത്തം രക്ഷയുടെ 4000 വർഷത്തെ അധ്വാനം മുഴുവൻ എല്ലാം കൂടെ കാച്ചിക്കുറുക്കി ഒരു ഗുളികയാക്കിയാൽ അതിൻ്റെ പേരാണ് കൃപ. കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കിട്ടിയെന്നർത്ഥം. വാവ്. പീസ് എന്താണെന്നറിയാമോ? പീസ് എന്ന് പറയുന്നത് ദ റിസൾട്ട് ഓഫ് ഗ്രേസ് ആണ്. ഈ ഗ്രേസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. മറക്കല്ലേ മക്കളെ, ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. കൃപ എന്ന് പറഞ്ഞാൽ വചനത്തിലെ പഴയ നിയമത്തിലെ എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് അതൊരു ക്യാപ്സ്യൂളാക്കി മാറ്റിയുള്ള അതിൻ്റെ പേരാണ് കൃപ. അതിലെല്ലാം ഉണ്ട്. കൂടാതെ ആ കൃപ ലഭിച്ചവർക്ക് സമാധാനമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തുടങ്ങി 2 വചനം വായിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് പോവും. പക്ഷേ ഓരോ ദിവസവും നോട്ട്സ് എഴുതണം എന്ന് മാത്രമല്ല, ആ ഭാഗങ്ങളൊക്കെ വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കണം. അതിലൂടെ ദൈവം ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോവുക. പ്രാർത്ഥിച്ചോട്ടെ. കൈനീട്ടാമോ? കർത്താവേ, ഈ സഹോദരി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ണടച്ച ഉടനെ കാണുന്നത് ഈ വയറിനകത്ത് ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ആരാണ് ആ വ്യക്തി? നിങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം അത് നടക്കട്ടെ. കൂടെ ഇൻഫെക്ഷനുകൾ വരുന്ന, ഇൻഫ്ലമേഷൻ വരുന്ന ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. ആസ്മ രോഗം നസറായനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഒരു വലിയ വിടുതൽ കർത്താവ് എല്ലാവർക്കും കൽപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഈ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കണേ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ബൈ.